السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العظيم. ഏറ്റവും ബഹുമാന ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ മുമ്പിലിരിക്കുന്നതായ പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, മിമിൻ്റെ മനോഹരമായ ഈ വേദിയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഹൃദയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, മനുഷ്യ ശരീരത്തിൽ കാര്യമാണ് അല്ലെങ്കിൽ ഹൃദയം എന്നുള്ളത്. അത് ചിലപ്പോൾ നല്ലതിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ചീത്തയിലേക്കായിരിക്കാം. അള്ളാഹു നമ്മളുടെ കൽബുകളെയൊക്കെ നല്ലതിലേക്ക് തിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് തന്നെ ഹൃദയമാണ്. നമ്മളുടെ വിശ്വാസവും തഖ്വയും സ്ഥിതി ചെയ്യുന്നത് തന്നെ ഹൃദയത്തിലാണ്. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തഖ്വയെ കുറിച്ച് സംസാരിച്ചപ്പോ അവിടുന്ന് പറയുകയുണ്ടായി, ഇവിടെയാണ് ഭക്തി ഇവിടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ആ ഭക്തിയും അവിടുന്ന് തഖ്വയും വിശ്വാസവും സ്ഥിതി ചെയ്യുന്നതായ ഹൃദയം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദ കുല്ലുഹു, ആ മാംസപിണ്ഡെങ്ങാനും നന്നായാൽ നിന്റെ ശരീരം മുഴുവനും നന്നാകും. വൈദാ ഫസദത് ഫസദൽ ജസദ കുല്ലുഹു, ആ മാംസപിണ്ഡെങ്ങാനും ചീത്തയായാൽ നിന്റെ ശരീരം മോശമാകും. അലാ വഹിയൽ കൽബ്, അത് ഹൃദയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. കാലത്തിന്റെ കാലൊച്ചകൾ കാതോർത്തിരുന്ന കാലഘട്ടത്തിന്റെ കഥാനായകനാ അഹ്മദ് മുജ്തബ നബിയ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരെയും ഗീബത്ത് പറയാത്ത, ആരെയും നമീമത്ത് പറയാത്ത, ആരോടും ആരോപണങ്ങൾ നടത്താത്തവരാകണം. ഇതെല്ലാം കൽബിലുള്ളതായ ഒരു തരം രോഗമാണ്, ഹൃദയത്തിലുണ്ടാകുന്നതായ രോഗമാണ്. ഈ രോഗങ്ങൾക്കുള്ള മരുന്ന് പഠിപ്പിച്ചു തരുകയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങള്. തന്റെ അസ്കിയാ എന്ന കിതാബിൽ അവിടുന്ന് പറയുന്നത് കാണാം, വദവാഉ കൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുല്ലലാ. മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന രോഗങ്ങളെ പറ്റി മരുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി പറയുന്നു, ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅന, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണേ. രണ്ടാമതായി പറയുന്നു, വലിൽ ബത്തുനിൽ ഖലാ, പള്ളയെ കാലിയാക്കുക. ആഭാസരങ്ങൾക്കൊതുങ്ങാതെ, ആഡംബരങ്ങൾക്കൊതുങ്ങാതെ കൃത്യനിഷ്ഠതയോടുകൂടി ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയായി ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടതെന്ന
ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കണം. മൂന്നാമതായി പറയുന്നു വഖിയാമുൽ ലൈൽ, രാത്രിയിൽ നിൽക്കുക. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്, പാതിരാ നേരത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്, ആരാരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമതായി പറഞ്ഞല്ലോ. നാലാമതായി പറയുന്നു വത്തളറു ബിസ്സഹർ, അത്തായ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കണം. ഖേദിച്ചും പേടിച്ചും അള്ളാഹുവിനോട് ചോദിക്കണം. ആ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ നമ്മളുടെ കൽബുകളെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ, കൽബുകളെയൊക്കെ ശുദ്ധീകരിച്ച് തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അഞ്ചാമതായി പറയുന്നു വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ, നല്ല കൂട്ടുകാരന്മാരെ പിടിക്കുക. നല്ല സ്വാലിഹീങ്ങളായ സ്വൽസ്വഭാവമുള്ള ലഹരിക്കടിമയാകാത്ത നല്ല കൂട്ടുകാരന്മാരെ പിടിക്കുക. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധീകരിക്കും. നിന്റെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്ന് പഠിപ്പിച്ചു തരുകയാണ്. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് നീ സലീമായ ഖൽബിനുടമയാകും. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. സ്വത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസം വരാനുണ്ട്. എന്നാൽ നിന്റെ സലീമായ കൽബുണ്ടല്ലോ, അതുണ്ടായാൽ നിന്നെ അള്ളാഹു ഉപകരിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം സലീമായ കൽബിനുടമയാകണം. അല്ലാഹുവേ നീ നമ്മളെ സലീമായ കൽബിനുടമയാക്കണേ അല്ലാ, സലീമായ കൽബിനുടമകളാക്കണേ അല്ലാ, നമ്മളുടെ കൽബുകളെ നീ നന്നാക്കി തരണേ അല്ലാ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.